നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മരണപ്പെട്ടു എന്ന് പറഞ്ഞ കാർത്തിക ജീവനോടെ കോടതിയിൽ എത്തിയതിലൂടെ പ്രതിയാക്കപ്പെട്ട വിഷ്ണു നിരപരാധിയാണെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടതിനാൽ വിഷ്ണുവിനെ കോടതി നിരുപാധികം വിട്ടയക്കുന്നു. മാഡം, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഒരല്പം അങ്ങോട്ട് മാറി നിന്നിട്ട് അങ്ങനെ ഒരു കാര്യമായതുകൊണ്ടാ. വരൂ. മാഡം, ഞാനീ പറയുന്നത് ഒരു കാരണവശാലും ACP സാർ അറിയരുത്. അറിഞ്ഞ എന്നെ കൊന്നുകളയും. അത്രയും വലിയൊരു തെളിവാ ഞാൻ മാഡത്തിന് തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരു ആപത്തും വരാതെ ഞാൻ നോക്കിക്കോളാം. ഇത് ജില്ലാ കളക്ടറുടെ ഉറപ്പാ. കാര്യം പറയൂ. മാഡം, ദാ ഇതൊന്ന് നോക്കൂ. സാറിന്റെ പരിങ്ങളി കണ്ടപ്പം സംശയം തോന്നി ഷൂട്ട് ചെയ്തതാ മാഡം. പോലീസുകാരനായി പോയില്ലേ? മാഡത്തെ കണ്ടപ്പോ മാഡവും ഹസ്ബൻഡുമായിട്ടുള്ള സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കിയപ്പോ മൂടി വെച്ച് തെളിവ് നശിപ്പിക്കാൻ തോന്നിയില്ല. വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. പോലീസുകാർക്കിടയിൽ ഇങ്ങനൊരു ക്രിമിനൽ വേണ്ട. ഞാൻ നടപടിയെടുത്തോളാം. നിങ്ങൾക്കൊരാപത്തും വരില്ല. ACP ചന്ദ്രബോസിനെയും PW8 സാക്ഷി പട്ടികയുടെ മധുശ്രീയെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി വിചാരണ ചെയ്യുവാൻ ഡിഫൻസ് കൗൺസിലിനെ ചുമതലപ്പെടുത്തുന്നു. You proceed. Thank you, my lord.
സാധാരണക്കാരൻ എന്നും ആശ്രയം നാട്ടിലുള്ള പോലീസ് സ്റ്റേഷനും അവിടുത്തെ നിയമം നടപ്പിലാക്കാൻ കഴിവുള്ള നല്ല പോലീസുകാരുമാണ്. അത്തരം പോലീസുകാർക്ക് വരെ നാണക്കേടുണ്ടാക്കി എന്തു കുറ്റവും ചെയ്യാൻ മടിക്കാതെ ജനങ്ങൾക്ക് പേടി സ്വപ്നമാകാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ചന്ദ്രബോസിനെ പോലുള്ള ഉദ്യോഗസ്ഥർക്ക് തക്കതായ ശിക്ഷ കൊടുക്കാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മാത്രമേ സാധിക്കൂ. ഇത്രയൊക്കെ ക്രൂരതകൾ കാണിച്ചിട്ടും ഞങ്ങളെ നിയമം ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്നുള്ള ധാർഷ്ട്യവും അഹന്തയും പേർന്ന മുഖവുമായി നിൽക്കുന്ന ഇദ്ദേഹത്തിന് തക്കതായ ശിക്ഷ നൽകി വിഷ്ണുവിന് അർഹമായ പരിഗണന നൽകി ഏവർക്കും സ്വീകാര്യമായ ഒരു വിധി നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. വിഷ്ണുമോന്റെ വിധി ഇന്ന്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും എന്റെ ഉയിര് അവിടെയാ ശാന്തേ. അതൊക്കെ ശാലിനിമോള് നോക്കിക്കോളും ശാരദാമ്മേ. അതിനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ശാലിനി കുഞ്ഞിനുണ്ട്. വിഷ്ണുമോനെ പുഷ്പം പോലെ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. ഈശ്വരന്മാരെ വിളിച്ച് നിലത്ത് വരുത്തിയിരിക്കുക. എന്തായാലും എന്നെ കൈവിടില്ലെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നോ യുവർ ഓണർ. യുവർ ഓണർ, പ്രഥമ ദൃഷ്ട്യാ കുറ്റം തെളിയിക്കപ്പെട്ടു നിൽക്കുന്ന ഇദ്ദേഹത്തിന് തുടർന്നുള്ള കേസ് നടത്തുവാൻ പുതിയ കുറുക്കുവഴികൾ പറഞ്ഞുകൊടുക്കുവാൻ പറ്റിയേക്കും. ഒരു പെൺകുട്ടിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുക, അവളെ ഒളിത്താവളത്തിൽ കൊണ്ടുപോയി കെട്ടിയിടുക, വിഷം ചോറിൽ ചേർത്ത് കൊല്ലാൻ ശ്രമിക്കുക, അറ്റംപ്റ്റ് ടു മർഡർ, ഗൂഢാലോചന, സംഘം ചേരൽ, തട്ടിക്കൊണ്ടുപോവൽ, പറഞ്ഞു വരുമ്പോ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇവർ ചെയ്തു കൂട്ടിയതും പ്രവർത്തിച്ചതുമായിട്ടുള്ള നിരവധി കുറ്റങ്ങൾ. മിലോഡ്, അക്കമിട്ട് ഓരോന്നും നിരത്തി ഇഴകേറി പരിശോധിക്കുന്നില്ല. ഇന്നത്തെ കാലത്തെ സാധാരണ ജനങ്ങളുടെ ഏക ആശ്രയവും പ്രതീക്ഷയും കോടതികൾ തന്നെയാണ്. നീതി ദേവതയ്ക്ക് എന്റെ വാക്കുകൾക്ക് നേരെ കണ്ണടയ്ക്കാനാവില്ല എന്ന വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി എന്റെ കക്ഷിക്ക് നീതി കിട്ടണമെന്ന് ഈ കോടതിയോട് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. മിലോഡ്, എന്നും സത്യം ജയിക്കട്ടെ. ആ ആപ്തവാചകം ഞാൻ ഒരിക്കലൂടെ പറയട്ടെ. സത്യം വധ, ധർമ്മം ചര. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.